നിങ്ങൾ വ്യഭിചാരത്തോട് അടുത്ത് പോകരുത് എന്നാണ്. കാരണം വ്യഭിചാരത്തോട് അടുത്താൽ ആ സാഹചര്യങ്ങളുമായി ഇണങ്ങിച്ചെന്നാൽ എത്ര തന്നെ തത്വമുള്ളവരാണെങ്കിലും എത്ര തന്നെ ആത്മനിയന്ത്രണമുള്ളവരാണെങ്കിലും സാഹചര്യങ്ങൾ ഒത്തുവരുമ്പോ ഒരുപക്ഷെ മനുഷ്യൻ വഴിതെറ്റാൻ സാധ്യതയുണ്ട്. അത് വ്യഭിചാരത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് അതിലേക്ക് അടുത്തു പോകരുത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, പല എക്സർസൈസുകളിലും പലതരത്തിലുള്ള ഈ ഫിസിക്കൽ ആക്ടിവിറ്റികളിലുമെല്ലാം സ്വതന്ത്രമായ സ്ത്രീ പുരുഷ സങ്കലനമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിക ദൃഷ്ടി 100% തെറ്റാണ്. ആണുങ്ങളും പെണ്ണുങ്ങളും സ്ത്രീകളും പുരുഷന്മാരും സ്വതന്ത്രമായി ഇടകലരുക, യാതൊരു തരത്തിലുള്ള പരിധികളുമില്ലാതെ ഇടകലരുക എന്നത് ഹറാമാണ്. അല്ലാഹു നിരോധിച്ചതാണ്. കൃത്യമായ മറയുണ്ടാകേണ്ടതുണ്ട്, കൃത്യമായ പരിമിതിയും ഉണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ കുടുംബത്തിലൊക്കെ മുഹറമില്ലാത്ത ആളുകൾക്ക് കൈ കൊടുക്കുന്ന സാഹചര്യമുണ്ട്. എന്റെ അനുജന്റെ ഭാര്യയ്ക്ക് ഞാൻ കൈ കൊടുക്കുക, എന്റെ ജ്യേഷ്ഠന്റെ ഭാര്യയ്ക്ക് ഞാൻ കൈ കൊടുക്കുക, എന്റെ അമ്മാവന്റെ ഭാര്യയ്ക്ക് ഞാൻ കൈ കൊടുക്കുക, എന്റെ ഉമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ മകൾക്ക് ഞാൻ കൈ കൊടുക്കുക, അവരെ ബൈക്കിന്റെ പിറകിൽ ഇരുത്തി പോകുക, അവരുമായി ഒറ്റയ്ക്ക് യാത്ര ചെയ്യുക. പ്രിയപ്പെട്ട ഇതെല്ലാം ഇസ്ലാം നിരോധിച്ചതാണ്. നമ്മുടെ വഴിയിൽ സ്വന്തം പെങ്ങളെ പോലെയല്ലേ? ആയിക്കോട്ടെ, സ്വന്തം പെങ്ങളെ പോലെ തന്നെയാണ്. പക്ഷെ നിയമമാണ്, ശരഅാണ്, ഹുക്മാണ്. ആളുകളുടെ മനോനിലക്കനുസരിച്ച് അല്ലാഹുവിന്റെ ഹുക്മ മാറൂല, അല്ലാഹുവിന്റെ ശരഅ മാറൂല, ഇസ്ലാമിന്റെ നിയമങ്ങൾ മാറൂല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിധികളിടത്തും പരിധിയിടണം, ലിമിറ്റ് ചെയ്യേണ്ടത് ലിമിറ്റ് ചെയ്യണം, അല്ലെന്ന് പറയേണ്ടത് പറയണം, പറ്റില്ലെന്ന് പറയേണ്ടത് പറ്റില്ലെന്ന് പറയണം. വിചാരത്തിന്റെ മാതൃകകൾ ഇത്തരത്തിലുള്ള കർക്കശമായ തീരുമാനങ്ങളിലൂടെ നടപടികളിലൂടെ മാത്രമേ നമുക്ക് ഒഴിവാക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പൊ പുതിയ ട്രെൻഡാണ് 40 കഴിഞ്ഞവർക്കിടയിലുള്ള 10 വയസ്സിലെത്തിയവർക്കിടയിലുള്ള പുതിയൊരു ട്രെൻഡാണ് അലുമിനി മീറ്റിംഗുകൾ. 10ാം ക്ലാസ്സിലും ഡിഗ്രിക്കുമെല്ലാം ഒരുമിച്ച് പഠിച്ച ആളുകളുമായി ഒന്ന് ഒത്തുചേരുക. തെറ്റൊന്നുമില്ല. പണ്ട് നമ്മുടെ കൂടെ പഠിച്ച ആളുകളൊന്ന് കാണുക, അവരുമായി സംസാരിക്കുക, അവരുമായി ഒത്തുകൂടുക. പക്ഷെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഫോണുകളിൽ ആ അലുമിനി മീറ്റുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ ഗ്രൂപ്പുകൾ നിങ്ങളൊന്ന് നോക്കുക. സാധാരണ പറയാറുള്ളത് തേനീച്ചക്കൂട് മുറിച്ചെന്ന് പറയണം. തേനീച്ചക്കൂട് നടുവെന്ന് മുറിച്ചെങ്ങനെ ഉണ്ടാവുക? തേനീച്ച വിറ്റ് വീഴും. അതുപോലെയാണ് ഗ്രൂപ്പുകളിൽ തേനും